كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. ربنا وادخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العليم الحكيم. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിച്ച് അവൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുത്ത് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്കുള്ള യാത്ര, മരണപ്പെടുമ്പോൾ തന്നെ സ്വർഗം അള്ളാഹു മുഖാമുഖം കാണിച്ചു എന്നുകൊണ്ട് ഭൂമിയിൽ നിന്ന് വിട പറയാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലെ നമ്മളുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ സദക്കകൾ എല്ലാം അള്ളാഹു സ്വീകരിച്ച് അവൻ്റെ തൃപ്തിയിൽ അള്ളാഹു അവൻ നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രാർത്ഥനയുടെ മാസമാണ് പരിശുദ്ധ റമളാൻ. നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട മാസം. നമ്മുടെ കഴിഞ്ഞുപോയ ഇന്നലകളിലെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും കൽബിൽ കൊണ്ടുവന്ന്, കൺമുമ്പിൽ കൊണ്ടുവന്ന്, അവ്വിദു ബുക്കാക്കും കരച്ചിലിനെ പതിവാക്കിക്കൊണ്ട്, കണ്ണിൽ കണ്ണുനീരനഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട മാസമാണ് പരിശുദ്ധ റമളാൻ. നിരവധി പാപങ്ങൾ ചെയ്തവരാണ് നമ്മൾ. കയ്യും കണക്കുമില്ല. ആരോടെന്ന് എണ്ണിയാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ജനിച്ചതു മുതൽ ഏകദേശം പക്വതയുടെ പ്രായം എത്തുന്നത് വരെ, ചിലർ പക്വതയുടെ പാകം എത്തിക്കഴിഞ്ഞാലും മരണം വരെയും, ഏകദേശം 10-65 വയസ്സ് വരെയും പിന്നെയും മേൽക്കുമേൽ പാപങ്ങൾ വാരിക്കൂട്ടുന്നവരായ ആളുകളാണ് മനുഷ്യരിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നുവോ അപ്പോഴെല്ലാം അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ രാത്രിയിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ അള്ളാഹു രാത്രിയിൽ തന്നെ ആ തൗബ സ്വീകരിക്കും. അതിനുവേണ്ടി 24 മണിക്കൂറും അള്ളാഹു നിങ്ങളുടെ നേരെ കൈ നീട്ടിയിട്ടുണ്ടെന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പകലിൽ തിന്മകൾ ചെയ്യുമ്പോൾ ആ തിന്മകളെല്ലാം റബ്ബിൻ്റെ മുമ്പിൽ രാത്രി സമർപ്പിക്കുമ്പോൾ രാത്രി അള്ളാഹു അത് കബൂൽ ചെയ്യും. അത്രമാത്രം അള്ളാഹു നമുക്ക് തൗബ സ്വീകരിക്കുന്ന മാസവും കൂടിയാണ് ഷഹ്റു റമളാൻ എന്ന് പറഞ്ഞാൽ ഷഹ്റു ദുആ ആണ്, ഷഹ്റു തൗബയാണ്. അതുകൊണ്ട് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. നമുക്ക് വേണ്ടി മലക്കുകൾ, സാധാരണഗതിയിൽ വിശ്വാസികളായി ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സൂറത്ത് ഗാഫിറിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ച ആയത്താണ് ഞാൻ മുഖവുരയിൽ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. നമുക്കതിൻ്റെ അർത്ഥം ആദ്യം ഒന്ന് കേൾക്കാം. അള്ളാഹു പറയുകയാണ്, അല്ലദീന യഹ്മിനുൽ അർശ വമൻ ഹൗലഹു. അള്ളാഹുവിൻ്റെ ഏറ്റവും മുഖറബുകളായ സിംഹാസനം വഹിക്കുന്ന, അർഷിൻ്റെ സിംഹാസനം വഹിക്കുന്ന മുഖറബുകളായ ആളുകൾ രാപ്പകലില്ലാണ്ട് യുസബ്ബിഹൂന ബിഹംദി, റബ്ബിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ. അള്ളാഹുവിൻ്റെ സിംഹാസനം വഹിക്കുന്ന മലക്കുകൾ
അതോടൊപ്പം യുഅ്മിനൂന ബിഹി, അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ള മലക്കുകൾ, വയസ്തഗ്ഫിറൂൻ, അവർ പ്രാർത്ഥിക്കും, ലില്ലദീന ആമനു, തൗഹീദുള്ളവർക്ക്. വിശ്വാസികളായ നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? ഫഗ്ഫിർ ലില്ലദീന താബു, പടച്ചവനെ തൗബ ചെയ്ത് നിന്നിലേക്ക് മടങ്ങുന്നവർക്ക് നീ പുറത്തു കൊടുക്കണമേ. അതാണ് മലക്കുകളുടെ പ്രാർത്ഥന. നമ്മൾ അറിയുന്നില്ല, സദാസമയവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തൗബ ചെയ്താൽ മാത്രം പോരാ. വത്തബഉ സബീലക്, അള്ളാഹുവെ നിന്റെ മാർഗം പിൻപറ്റിയ, നിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജീവിതത്തിൽ പകർത്തി ജീവിച്ചു മരിച്ച ആളുകൾക്ക് വന്നുപോയ തെറ്റുകൾ പടച്ചോനെ മാപ്പ് കൊടുക്കണേ എന്ന് നിരന്തരമായി അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. വക്കിഹിം അദാബൽ ജഹീം, അവരെ നരകശിക്ഷയിൽ നിന്ന് പടച്ചോനെ നീ കാത്തു രക്ഷിക്കണമെന്നാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ മാത്രം പോരാ. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തി അദിൻ, പടച്ചോനെ ഏദൻ തോട്ടത്തിൽ ശാശ്വതമായ നിന്റെ സ്വർഗത്തോപ്പിൽ വിശ്വാസികളായ ആളുകൾ വന്നുപോയ പാപങ്ങളെല്ലാം മാപ്പാക്കി കൊടുത്തുകൊണ്ട് നീ അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്നാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്. ഈ വാക്കുകൾ അള്ളാഹു തന്നെ എടുത്തുദ്ധരിച്ചതാണ്. പോരാ, നിങ്ങളെ മാത്രം പോരാ. വമൻ സലഹമിൻ ആബായിഹിം, നിങ്ങൾക്ക് ജന്മം നൽകിയ നല്ലവരായി അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തുമനുസരിച്ച് ജീവിച്ച നിങ്ങളുടെ മാതാപിതാക്കളെയും അള്ളാഹുവെ നിങ്ങളുടെ കൂടെ തന്നെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ. ദുരിയാത്തെയും, അവരുടെ സന്തതികളെയും. ഇന്നക്കാൻ തൽ അസീസുൽ ഹക്കീം, അള്ളാഹുവെ നീ എല്ലാം അറിയുന്നവനും തത്വജ്ഞാനിയും പ്രതാപശാലിയുമാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് നീ അവരെ അങ്ങനെ ചെയ്യണമേ എന്നാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭ്യമാകും എന്നാണ്, ഇത് സദാസമയവും ഉണ്ടെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നാൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് റസൂലുള്ള വിശദീകരിച്ചു കൊടുത്ത റിപ്പോർട്ട് പറയുന്നത്, ഇദാ ദഖല ശഹ്റു റമളാൻ, റമളാൻ മാസം സമാഗതമായാൽ അള്ളാഹു കൽപ്പിക്കും, ഹംലത്തൽ അർശ്, സിംഹാസനം വഹിക്കുന്ന അള്ളാഹുവിൻ്റെ മുഖറബുകളായ മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കും, അൻ യകുഫു അനി തസ്ബീഹ്, അള്ളാഹുവിനെ വാഴ്ത്തിപ്പുകഴ്ത്ത് നിർത്തിവെക്കാൻ, അള്ളാഹുവിന് തസ്ബീഹ് ചെയ്ത് നിർത്തിവെക്കാൻ മലക്കുകൾക്ക് കൽപ്പന കൊടുക്കുക. എന്നിട്ടോ വയസ്തഗ്ഫിറു ലി ഉമ്മത്തി മുഹമ്മദിൻ വൽ മുഅ്മിനീൻ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അള്ളാഹു കൽപ്പിക്കും മലക്കുകളോട്. അതാണ് റമളാൻ മാസം. അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന തസ്ബീഹ് നിർത്തിവെച്ചിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാസം, അതാണ് പരിശുദ്ധ റമളാൻ. അതുകൊണ്ട് പരിശുദ്ധ റമളാനിൻ്റെ പ്രത്യേകതയെ ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മ നിരതികളുമായി ജീവിക്കുവാൻ തയ്യാറാകുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊതീതു ഉമ്മത്തി ഫി ഷഹ്ർ റമളാൻ ഖംസൻ, എൻ്റെ ഉമ്മത്തിന് അള്ളാഹു 5 അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് റമളാൻ മാസത്തിൽ. റമളാൻ മാസത്തിൽ എൻ്റെ ഉമ്മത്തിന് 5 അനുഗ്രഹങ്ങൾ. ലം യൂതഉന്ന നബിയുൻ ഖബ്ലി, ഒരു നബിമാർക്കും എനിക്ക് മുമ്പ് നൽകിയിട്ടില്ലാത്ത. അമ്മ വാഹിദ, ഒന്നാമത്തെ എന്താ അറിയോ? ഇദാക്കാൻ അവ്വലു ലൈലത്തി മിൻ ഷഹ്ർ റമളാൻ, റമളാൻ മാസത്തിന്റെ ആദ്യ രാവുകളിലേക്ക് കടന്നാൽ തന്നെ നളറല്ലാഹു ഇലൈഹിം, അള്ളാഹു മനുഷ്യരെ പ്രത്യേകം ശ്രദ്ധിക്കും, കടാക്ഷിക്കും. വിശ്വാസികൾ അള്ളാഹു കടാക്ഷിക്കും ആദ്യ നാൾ തൊട്ട് തന്നെ, റമളാൻ മാസമായാൽ. എന്നാലോ ഒമൻ നളറല്ലാഹു ഇലൈഹി ലം യുഅദിബുഹു അബദ, അള്ളാഹു ആരെയെങ്കിലും പരിശുദ്ധ റമളാനിൽ അള്ളാഹുവിന്റെ നോട്ടം നമ്മളിലേക്ക് എത്തിയാൽ ലം യുഅദിബുഹു അബദൻ, ഒരിക്കലും പിന്നെ അള്ളാഹു അവനെ ശിക്ഷിക്കൂല. അള്ളാഹുവിൻ്റെ നോട്ടവും കടാക്ഷവും ലഭ്യമാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഒരു നോട്ടം പരിശുദ്ധ റമളാനിൽ പ്രത്യേകമായിട്ട് വിശ്വാസികളുടെ നേരെ ഉണ്ടെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. അതാണ് അള്ളാഹു ഈ സമൂഹത്തിൽ നൽകിയ ഒന്നാമത്തെ അനുഗ്രഹം. വഅമ്മ സാനിയ, രണ്ടാമത്തതോ ഫൈൻ ഖുലൂഫ അഫ്വാഹിഹിം ഹീന യംസൂൻ അത്യബ ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, മനുഷ്യന്റെ വൈകുന്നേരം നോമ്പനുഷ്ഠിച്ച വ്യക്തിയുടെ വായ വൈകുന്നേരമാകുമ്പോൾ ദുർഗന്ധമുണ്ടാകും. ആ ദുർഗന്ധം അള്ളാഹുവിൻ്റെ അടുത്ത് കസ്തൂരിയേക്കാൾ ആകർഷകമായ സുഗന്ധമുള്ളതായിരിക്കും അവൻ്റെ വായ പരലോകത്തെത്തുമ്പോൾ. ഇപ്പം വൈകുന്നേരമാകുമ്പോൾ നമ്മളുടെ വായക്കുണ്ടാകുന്ന ഭാവപ്പകർച്ച, ഒരു ദുർഗന്ധം, അത് നമ്മൾക്ക് പലപ്പോഴും അസഹ്യമായി തോന്നും, പ്രയാസമുണ്ടാകും. പക്ഷേ അത് നാളെ അള്ളാഹുവിൻ്റെ പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ കസ്തൂരിയേക്കാൾ സുഗന്ധവും ആകർഷകവുമായിരിക്കുമെന്നാണ് റസൂലുള്ള പറയുന്നത്. മൂന്നാമത്തതോ വഅമ്മ സാലിസ, മൂന്നാമത്തെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം ഞാൻ ഇപ്പം പറഞ്ഞ ഫൈനൽ മലായികത തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല, രാപ്പകൽ ഇടതടവില്ലാതെ മലക്കുകളുടെ പ്രാർത്ഥന ലഭ്യമാകും. ഈ റമളാനിലെ നമുക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹമാണ്.
രാപ്പകൽ ഇടതടവില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല നമുക്ക് വേണ്ടി രാവും പകലും ഇടതടവില്ലാണ്ട് ഉണ്ടോ? ഇപ്പം നിങ്ങൾ ജുമാണ്ട് കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ ജുമാക്ക് ഇവിടെ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്നു, ഇത് കഴിഞ്ഞ് ജുമാ പങ്കെടുക്കുന്നു, ശേഷം ചിലപ്പം നിസ്കാരം കഴിഞ്ഞ ശേഷം കഴിഞ്ഞു പോയ ഇന്നലകളിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ അഞ്ചോ ആറോ 10 പാപങ്ങൾ അള്ളാന്റെ മുമ്പിൽ ചിലപ്പോൾ സമർപ്പിച്ചേക്കാം, അത് പാപമോചനം നടത്തിയേക്കാം. എന്നാൽ ഇക്കാലം അത്രയും ചെയ്ത തെറ്റുകൾ മുഴുവനും നിങ്ങൾക്ക് തന്നെ മറന്നുപോയിട്ടുണ്ടാവും. അത്രമാത്രം തെറ്റുണ്ട്, നിങ്ങൾക്ക് എണ്ണാൻ കഴിയില്ല, തിട്ടപ്പെടുത്താൻ കഴിയില്ല. കാരണം മനസ്സുകൊണ്ടാവാം, വാക്കുകൾ കൊണ്ടാവാം, നോട്ടം കൊണ്ടാവാം, ചിന്ത കൊണ്ടാവാം, പ്രവർത്തനങ്ങൾ കൊണ്ടാവാം, വഞ്ചനയിലൂടെയാവാം, ചതിയിലൂടെയാവാം, വേദനിപ്പിച്ചതാവാം, സങ്കടപ്പെടുത്തിയതാവാം, ദ്രോഹിച്ചതാവാം, മർദ്ദിച്ചതാവാം, മറ്റുള്ളവരുടെ മുതൽ അടിച്ചെടുത്തതാവാം. പലതരം കുറ്റങ്ങളാണ്, എണ്ണാൻ കഴിയില്ല. അത്രമാത്രം പാപങ്ങളുടെ കൂമ്പാരത്തിൽ ജീവിക്കുന്നവരാ മനുഷ്യന്മാർ അല്ലേ? ആ പാപങ്ങളൊക്കെ അള്ളാഹുവെ പുറത്തു കൊടുക്കണമെന്ന് ആരാ പ്രാർത്ഥിക്കുന്നത്? അർശിന്റെ സിംഹാസനം വഹിക്കുന്ന അള്ളാഹുവിന്റെ മുഖറബുകളായ മലക്കുകൾ ഫൈനൽ മലായിക്കത്ത തസ്തഗ്ഫിർ ലഹും ഫീ കുല്ലി യൗമിൻ വലൈല, രാവുപ്പകലില്ലാണ്ട് ഇടതടവില്ലാതെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് പരിശുദ്ധ റമളാൻ. ഇനി വഅമ്മ റാബിയ, 4-മത്തതോ ഫൈൻ അല്ലാഹു തആല യൗമുറു ജന്നത്തഹു, അല്ലാഹു സുബ്ഹാനഹു വതആല ഇപ്പം ഈ റമളാൻ മാസത്തിൽ സ്വർഗത്തിനൊരു കൽപ്പന കൊടുക്കും. സ്വർഗത്തിനോട് അള്ളാഹു സംസാരിക്കുക. എന്താ പറയാൻ പോകുന്നത് അറിയോ? ഇസ്തഇദ്ദി വതസയ്യനി ലി ഇബാദി, എൻ്റെ അടിമകളായ ആളുകൾക്ക് വേണ്ടി സ്വർഗമേ നീ അണിഞ്ഞൊരുങ്ങി നിൽക്കണം. അണിഞ്ഞൊരുങ്ങി നിന്നോ, സ്വർഗത്തോടല്ല പറയാം. എന്താ കാരണം? ഔഷക്കാൻ യസ്തരിഹമിൻ തഅബി ദുനിയ ഇലാ ദാരി വ കറാമത്തി, എൻ്റെ ഭവനത്തിലേക്ക് ദുനിയാവിലെ എല്ലാ ക്ഷീണവും പ്രയാസവും അവസാനിപ്പിച്ച് അവർ വരാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ നോമ്പനുഷ്ഠിച്ച ആളുകൾക്ക് വേണ്ടി സ്വർഗത്തോടല്ല പറയുന്നു, സ്വർഗമേ നീ അണിഞ്ഞൊരുങ്ങി നിൽക്കുക. എന്താ കാരണം? ദുനിയാവിലെ ക്ഷീണവും പ്രയാസവും ഒക്കെ സഹിച്ച് അവസാനിപ്പിച്ച് അവർ വരാൻ സമയമായിട്ടുണ്ട്. നമുക്ക് വരാൻ സമയമായിട്ട് നമ്മൾ തീരുമാനിച്ചില്ല. നമ്മളിപ്പോഴും പറയുന്നത് നമ്മളിപ്പോഴൊന്നും ഇല്ല എന്നാണ്. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് അള്ളാഹു കൊടുക്കുന്ന കൽപ്പനയാണ് വിശ്വാസികൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ. ആ അള്ളാഹു അണിയിച്ചൊരുക്കി നിർത്തിയ ആ സ്വർഗത്തോപ്പിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം എത്തിച്ചേരാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വഅമ്മൽ ഖാമിസ, 5-മതായി അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹം ഫൈന്നഹു ഇദാക്കാൻ ആഖിറു ലൈലത്ത് ഗഫറല്ലാഹു ലഹും ജമിഅ, അവസാനത്തെ 10ലേക്ക് വിശ്വാസി സമൂഹം റമളാനിൽ പ്രവേശിച്ചാൽ അവർ ഇതുവരെ ചെയ്ത മുഴുവൻ പാപവും അല്ലാഹു പുറത്തു തരും. 5-മത്തെ അനുഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയുടെ മാസമാണ്, തൗബയുടെ മാസം. ഇങ്ങനെ ഒക്കെയുള്ള അനുഗ്രഹങ്ങളുള്ള മാസമായതുകൊണ്ട് ചില ആളുകൾ ഈ പരിശുദ്ധ റമളാനിൽ ഒരു പ്രത്യേക പ്രാർത്ഥന കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രത്യേക പ്രാർത്ഥന സ്വയം കണ്ടുപിടിച്ചാട്ടോ, ഇസ്ലാം പഠിപ്പിച്ചതല്ല. അതെന്താ കാരണം അറിയാം? അവരതിന് പ്രേരിപ്പിച്ചതിനൊരു കാരണമുണ്ട്. റസൂലുള്ള പറഞ്ഞതായിട്ട് ഒരു ലൈഫായ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താ അറിയോ? പരിശുദ്ധ റമളാൻ, അപ്പം നമ്മൾ പറഞ്ഞൊക്കെ റമളാന്റെ പ്രാധാന്യം. ഇനി അള്ളാന്റെ റസൂലും ദീനും പഠിപ്പിക്കാത്തൊരു പ്രാധാന്യം ഒരു നിർമ്മിച്ചുണ്ടാക്കിയ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ഹദീസ് എന്താ അറിയോ? വഹുവ ഷഹ്റുൻ അവ്വലുഹു റഹ്മ, പരിശുദ്ധ റമളാനിലെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ ദിനങ്ങളാണ്. വ ഔസത്തുഹു മഗ്ഫിറ, അതിന്റെ 2-മത്തെ 10 മിഡിൽ ഔസത്ത് മഗ്ഫിറത്ത പാപമോചനമുള്ള ദിനങ്ങളാണ്. വ ആഖിറുഹു ഇത്ഖു മിനന്നാർ, അതിന്റെ അവസാനത്തെ 3-മത്തെ 10 നരകത്തിൽ നിന്നുള്ള മോചനമാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. മൊത്തം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന ഡേറ്റ് മുതൽ 1 മുതൽ 10 വരെ കാരുണ്യത്തിനാണെന്നും 11 മുതൽ 20 വരെ മഗ്ഫിറത്തിനാണെന്നും 21 മുതൽ 30 വരെ നരകത്തിൽ മോചനത്തിനുമാണെന്നും റസൂലുള്ള പഠിപ്പിച്ചില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് ചില ആളുകൾ എന്ത് ചെയ്തു അറിയോ? ഒരു പ്രാർത്ഥന നിർവഹിക്കാറുണ്ട്. ആദ്യത്തെ 10 അവർ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവെ പാപങ്ങൾ പൊറുക്കുന്ന ഈ സുദിനത്തിൽ എനിക്ക് നീ പാപങ്ങൾ പൊറുത്തു തരാൻ. ആദ്യത്തെ 10. 2-മത്തെ 10ലേക്ക് കടന്നാലോ അവർ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. 1-മത്തെ 10 അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ, അർഹമുറാഹിമീനായ റബ്ബെ എന്നോട് നീ കരുണ കാണിക്കണേ എന്ന് ആദ്യത്തെ 10ലും. 2-മത്തെ 10 അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, എൻ്റെ പാപങ്ങൾ പടച്ചവനെ പുറത്തു തരണേ എന്നും.
മൂന്നാമത്തെ പത്തിൽ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അള്ളാഹുവെ നരകത്തിന് രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിൽ പ്രവേശനം നൽകുകയും ചെയ്യണമേ എന്ന് മൂന്നാമത്തെ പത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇസ്ലാമിൽ നബി പഠിപ്പിച്ചതല്ല. ഞാൻ പറയാൻ കാരണം ഒരുതരം പലതരം കാർഡുകളിലും പല വാട്സപ്പിലും ഈ പ്രാർത്ഥന വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് ഇതൊക്കെ ഇസ്ലാമിലുള്ളതാണ്. പിന്നെ നമ്മളപ്പോൾ ഉള്ളവർക്ക് സ്വൈര്യം ഉണ്ടാവില്ല. നിങ്ങൾക്കിത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ശരിയാണോ മൗലി, ഇത് ശരിയാണോ മൗലി, എൻ്റെ മൊബൈൽ ഹാങ്ങാവും. ഒരു 1500 വരും ഇങ്ങനത്തെ. അതുകൊണ്ടത് പറഞ്ഞത്. ഇങ്ങനെ ഒരു പ്രാർത്ഥന നബി പഠിപ്പിച്ചില്ല കേട്ടോ. അതാ എല്ലാവരോടും കൂടിയായിട്ട് പറഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. റസൂൽ പഠിപ്പിച്ചില്ല. എന്നാൽ റസൂൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. അതെപ്പോഴാ? ലൈലത്തുൽ ഖദറിൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലിനോട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ എന്താണ് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ആയിഷ ബീവി ചോദിച്ചപ്പോൾ റസൂൽ അത് മാത്രമാണ് റമദാൻ മാസത്തിൽ ഒരു പ്രത്യേക പ്രാർത്ഥന നബി പഠിപ്പിച്ചത് അല്ലേ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അള്ളാഹുവെ നീ മാപ്പ് നൽകുന്നവനും പുറത്തു തരുന്നവനും വിട്ടുവീഴ്ച ചെയ്യുന്നവനുമാണ്. അതുകൊണ്ട് തുഹിബുൽ അഫ്വ, പടച്ചവനെ നീ വിട്ടുവീഴ്ച ചെയ്യാൻ മാപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഫൗഫ് അന്നി, എനിക്ക് മാപ്പ് തരികയും എന്നോട് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെ ഒരു പ്രാർത്ഥന റസൂൽ അവസാനത്തെ പത്തിൽ പ്രാർത്ഥിക്കാൻ നബി പഠിപ്പിച്ചിട്ടുണ്ട്. അത് നബി പഠിപ്പിച്ച. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനകളൊന്നും നബി പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് ഇസ്ലാമിൽ പഠിപ്പിക്കാത്ത പ്രാർത്ഥനകൾ നിർവഹിച്ച് ആവശ്യമില്ലാത്ത ബിദ്അത്തുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെയും ദീനിൻ്റെയും കോപം വാങ്ങുന്നതിന് പകരം അള്ളാഹു റസൂലും പഠിപ്പിച്ച ദീൻ അനുസരിച്ച് ജീവിക്കുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കേണ്ട മാസമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഖുർആനുമായി കൂടുതൽ ബന്ധം പുലർത്തുക. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇന്ന ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് റസൂൽ പറയാം മഅ്ദബത്തുള്ള, അള്ളാഹുവിൻ്റെ വിരുന്ന് സൽക്കാര ഖുർആൻ. വിശ്വാസികൾക്ക് അള്ളാഹു ഒരുക്കിയ വിരുന്ന് സൽക്കാര. അതിലെല്ലാം ഉണ്ട്. അലീസുണ്ട്. നിങ്ങൾ പറയുന്ന ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫുഡില്ലേ, ആ ഫുഡുകളെല്ലാം ഇതിലുണ്ട്, രുചികരമായ. പക്ഷെ അത് ആസ്വദിക്കാൻ നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഇപ്പോൾ ഖുർആൻ അള്ളാഹുവിൻ്റെ വിരുന്ന് സദ്യയാണ്. ഫഅഖ്ബിലു മഅ്ദബത്തഹു മസ്തതഅ്തും, അതുകൊണ്ട് കഴിയുന്നത്ര അവൻ്റെ സദ്യ നിങ്ങൾ സ്വീകരിക്കണം. അതായത് ഖുർആൻ്റെ അനുസരിച്ച് ജീവിക്കാൻ അർത്ഥം. അള്ളാഹു ഒരുക്കി തന്ന സദ്യയാണ് വിശുദ്ധ ഖുർആൻ. അത് റമദാനാണ് ഒരുക്കിയത്, അള്ളാഹു ഇറക്കിയത്. അത് അള്ളാഹിൻ്റെ വിരുന്ന് സൽക്കാരാണ്. ആ വിരുന്ന് സൽക്കാരം പരമാവധി ഉപയോഗിക്കണം. ഇന്ന ഹാദൽ ഖുർആൻ ഹബലുല്ലാ നൂറുൽ മുബീൻ, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു കയറാണ്. അതിൻ്റെ ഒരു ഭാഗം അള്ളാഹുവിൻ്റെ കയ്യിലുണ്ട്, ഒരു ഭാഗം അള്ളാഹു നിങ്ങളുടെ കയ്യിലേക്ക് ഇട്ടുവന്നു. നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്മത്തുൻ, അത് അള്ളാഹു നിങ്ങൾക്ക് സുരക്ഷിതമാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ നൂറുൽ മുബീൻ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയും പിഴവ് പറ്റാതെ ഇരിക്കാനുള്ള പ്രകാശം നൽകുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. നൂറുൽ മുബീനാണ്. അതോടൊപ്പം ഇസ്മത്തുൻ, അതൊരു സുരക്ഷിതത്വമാണ്. വിശുദ്ധ ഖുർആൻ കൽബിലും കയ്യിലും മനസ്സിലും ഒക്കെ നിരന്തരമായി ഓതിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് പൈശാചികമായ ഒരു സുരക്ഷിതത്വം ലഭിക്കും. അവൻ പിശാചിലേക്ക് പെട്ടെന്ന് പോകില്ല കേട്ടോ. നിങ്ങൾക്കറിയാമോ, നമ്മളൊക്കെ ഇപ്പോൾ പരിശുദ്ധ റമദാൻ കൈകൊണ്ട് തൊടുന്ന തന്നെ റമദാൻ മാസത്തിലല്ലേ. റമദാൻ കഴിഞ്ഞാൽ അവിടെ വെച്ച് ഇനി ഖുർആനായിട്ടൊരു ബന്ധം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇപ്പം ഖുർആൻ ഇങ്ങനെ ഓതുന്നോല് അറിയണോലുണ്ടാവും, അറിയാത്ത ആള് അവിടെ അടുത്ത് പോയി കേൾക്കുകയും ചെയ്യും അല്ലേ. ചിലർ നല്ലോണം എന്തെങ്കിലും യൂട്യൂബിൽ നിന്നൊക്കെ ഖുർആൻ്റെ ഡൗൺലോഡ് ചെയ്ത് കേൾക്കും അല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഖുർആനുമായുള്ള ആകെയുള്ള ബന്ധം റമദാനിലുള്ളൂ. അതാ പ്രശ്നം. പ്രഗത്ഭ പണ്ഡിതനും അയിമ്മത്തുകളുടെ നേതാവുമായ മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ അറിയോ? ഖാനലി ഷാഫി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി റമദാൻ മാസത്തിൽ 60 പ്രാവശ്യം ഖത്തം ചെയ്യും. 60 പ്രാവശ്യം. ഒരു പ്രാവശ്യം ഖത്തം ചെയ്യാൻ കഴിയാത്തവരെ നമ്മൾ 1-2 പേജ് ഓതുമ്പോഴേക്ക് ഉറക്കം വന്ന് ഉറങ്ങി. നേരെ മറിച്ച് അള്ളാന്റെ വിരുന്നാണുള്ള ഖുർആൻ ഇഷ്ടം പോലെ എടുത്തോളാനാ പറഞ്ഞത്. എടുക്കൂല. എന്താ കാരണം? നമ്മൾ ഉറക്കം വരും, ക്ഷീണം വരും. എന്താ കാരണം ഉറക്കം വരാൻ കാരണം? ഇപ്പം ഉറക്കം വരാൻ കാരണം റമദാനാണ്. എന്നാൽ റമദാൻ കഴിഞ്ഞാൽ ഓതുവോ? തൊടൂല. പിന്നെ കഴിഞ്ഞ്. ഇപ്പം റമദാനിന് ഒരു അത്തായും ഒരു നോമ്പോറിയും ഒക്കെ ഉണ്ടായതിനെ കൊണ്ട് ഖുർആൻ തൊടും. ഇത് അത്തായും നോമ്പോറിയും തീർന്നാലോ ഖുർആൻ തൊടുന്ന പരിപാടി നിർത്തി. പിന്നെ മാപ്പിളല്ല, പിന്നെ ആരാണെന്ന് വെച്ചാൽ ഓൻ തന്നെ തീരുമാനിക്കുക എന്താ ഉണ്ട് അല്ലേ. ഖുർആൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറഞ്ഞത്?
അനുഗ്രഹീതമായ അള്ളാഹു നമുക്ക് നൽകിയ വിരുന്ന് കേൾക്കാരാണ്. അതുകൊണ്ട് റസൂലുള്ള പറയാം, ഷിഫാഉ നാഫി, സിദ്ധ ഔഷധമാണ്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏത് പ്രയാസങ്ങൾക്കും സിദ്ധ ഔഷധ ഖുർആൻ. നിങ്ങൾ എന്ത് പ്രയാസം വന്ന് നോക്കി, നിങ്ങളൊന്ന് ഖുർആൻ എടുത്ത് ഓതി നോക്കി, മാനസികമായിട്ട് ഭയങ്കര ഉത്കർഷം വരും, നിങ്ങളുടെ ടെൻഷൻ മാറും. അനുഭവസ്ഥനാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്ത് പ്രയാസം നിങ്ങൾക്ക് ഉണ്ടായാലും നിങ്ങൾ ഖുർആൻ എടുത്താണ്ട് ഓതി നോക്കി. പക്ഷെ ഖുർആന്റെ അർത്ഥമാണ് കേട്ടോ, വെറുതെ അങ്ങനെ ഒച്ചമുണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാം, വിധി ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഖുർആന്റെ ആഴമറിയാത്ത ഒരാൾ, ഖുർആന്റെ അർത്ഥം അറിയാത്ത ഒരാൾ അതിനെ രാഗാത്മകവും താളാത്മകവുമായിട്ട് ഹൃദയത്തിലേക്ക് ഇറങ്ങാതെ ഓതിയിട്ടൊരു കാര്യമില്ല. അത് നിങ്ങൾക്ക് തൽക്കാലം ജീവിച്ചു പോകാം, അത്രേ ഉള്ളൂ കേട്ടോ. അത് അങ്ങനെ ഇഫലാക്കിയ ആളുകൾക്ക് ഹാഫിലാന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവിടെ ഇമാമെന്ന് ജീവിച്ചു പോകാം, അല്ലാണ്ട് വേറെ കാര്യം ഉണ്ടാവില്ല. ഓൻ്റെ ജീവിതത്തിലേക്ക് അത് പകരൂല. അത് വിളിച്ചല്ല, നൂറുൽ മുബീനല്ല, ഒരു പ്രകാശം ഉണ്ടാവില്ല. പക്ഷെ അതിന് കൂലി ഉണ്ട്. എന്താ കാരണം? അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ മീമുൻ ഹർഫുൻ, അലിഫ് ലാം മീം എന്ന് ഓതിയാൽ പോലും കൂലിയുണ്ട്. പക്ഷെ എന്തല്ല, അത് എനിക്ക് സുരക്ഷിതത്വം നൽകൂല. സുരക്ഷിതത്വം നൽകണമെന്ന് വേണം, അതിൻ്റെ അർത്ഥം അറിയണം വേണ്ടേ. ഇപ്പോൾ ഒരാൾ ഖുർആനിൽ അംഫിഖു മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതി അഹദകുൽ മൗത്ത്, മരണം ആസന്നമാകുന്നതിന് മുമ്പ് അള്ളാഹു നിനക്ക് നൽകിയ സമ്പത്തിന് ചെലവാക്കുന്ന ഓതിയാൽ മതിയോ? അത് അയാൾ കൊടുക്കണ്ടേ? അത് കൊടുക്കാനായിട്ട് അറിയില്ല. എന്താ കാരണം? അയാൾ ഓതി എന്താ അയാൾക്കറിയില്ല. അയാൾ എന്ത് ചെയ്തു? അംഫിഖു മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതി അഹദകും മൗത്തിൻ്റെ അവിടെ എത്തുമ്പോൾ കരീം, അഹദകുൽ മൗത്ത് എന്നാണ് കരീം. ഇത് അഭിനയ തക്കല്ലുഫാണ് അല്ലേ. ഒരു 90% മുസ്ലിങ്ങളും ഇപ്പം അങ്ങനല്ലേ. അല്ലാണ്ട് അവൾക്ക് ഇതിൻ്റെ അർത്ഥം അറിയോ? ഇതെന്താ വിരുന്നെന്നറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളൊരു സ്ഥലത്ത് വിരുന്നാൻ പോയി, അവിടെ ചെന്നപ്പോൾ എല്ലാ ഫുഡും എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ചിലവർക്ക് എല്ലാ ഫുഡും കഴിക്കാൻ കഴിയില്ല, ചിലവർക്ക് എല്ലാ ഫുഡും അവിടെ ഉള്ളത് അറിയില്ല. ചിലർ എന്തെങ്കിലുമൊക്കെ ചെറുതെടുത്തിട്ട് അവിടെയും പോയി നിന്നിട്ട് തിന്നു പോരും അല്ലേ. അങ്ങനെയുണ്ട്. ചിലർ അവിടെ ഉള്ളത് മുഴുവൻ വൃത്തിയാക്കിയിട്ടേ പോരുള്ളൂ. ഖുർആനോ വിരുന്നാണ്, തൊടുവോ ഇല്ല, ഉപയോഗിക്കോ ഇല്ല. അത് പൂർണ്ണമായിട്ട് വേണ്ട നമുക്ക്. എന്താ കാരണം? നിങ്ങളെന്താ പറഞ്ഞത്? ഖുർആന്റെ അർത്ഥം അറിയാണ്ട ഒരാൾ യാ അയ്യുഹൽ ലാമനു ഖൂലു ഖൗലൻ സദീദ, സത്യം പറയാവൂട്ടോ, കളവ് പറയരുതെന്ന് ഓതിയിട്ട് പുറത്തേക്ക് കണ്ടിറങ്ങിയിട്ട് മൂപ്പര് കളവാ പറയാ. നിങ്ങളിപ്പോൾ എവിടെയുള്ളത്? ഞാൻ ബോംബെയിലാണ്, ഈ പുതിയറ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ. അതെന്താ പൈസ കൊടുക്കാനുള്ളവനാ? ഓൻ ഫോൺ ചെയ്താ. അപ്പോൾ ഓൻ്റെ നോമ്പകനുണ്ട്, കഴിഞ്ഞില്ല അതിൻ്റെ കഥ. എന്നാലോ പള്ളിയിൽ വളരെ നേരത്തെ വന്നിട്ടുണ്ട്, ജുമാക്ക് വന്നിട്ട് സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ടുണ്ട്. അർത്ഥം അറിയാണ്ട് ഓതിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഖുർആൻ എന്താണ്? സിദ്ധ ഔഷധമാണ്. ഷിഫാഉ ഷാഫി, അങ്ങേറ്റത്തെ സിദ്ധ ഔഷധമാണ്. പിന്നെ ഇസ്മത്തുൻ ലിമൻ തമസ്സക, അത് മുറുകെ പിടിക്കുന്നവർക്ക് സുരക്ഷിതത്താണ്. മാറോട് ചേർത്ത് പിടിക്കുന്നവർക്ക് ഒരു ഇസ്മത്തുണ്ടാവും. നജാത്തുൻ ലിമൻ ഇത്തബഉ, അതിനെ പിൻപറ്റുന്നവർക്ക് ഭയങ്കരമായ വിജയം ഉണ്ടാവും. അതിന് പിൻപറ്റുന്നവർക്ക് മാറോട് ചേർത്ത് പിടിച്ചാൽ സുരക്ഷിതത്വം കിട്ടും. ലാ യസീഗ് ഫയുസ്തഗ്തിബു, നിങ്ങൾ പിഴക്കുമ്പോൾ എവിടെ നിങ്ങൾക്ക് വഴി പിഴക്കുന്നുവോ, നിങ്ങൾ എവിടെ വഴി തടഞ്ഞു വീഴുന്നുവോ അവിടെ നിങ്ങളെ നേരെ നിർത്താൻ ഖുർആൻ ഉണ്ടാവും. അങ്ങനെ നിങ്ങളിപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ അപ്പം ഖുർആൻ്റെ ആയത്ത് നിങ്ങളെ പിന്നാലെ വരും, ഇല്ലേ? വരൂലേ? നിങ്ങൾ ഒരു കൃത്യമായൊരു ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹിൻ്റെ ഖുർആൻ നിങ്ങളെടുത്ത് ഓതി, ഫവൈലുൽ മുത്തഫിഫീൻ, അളവും തൂക്കവും കൃത്രിമമായി ചെയ്യുന്നവർക്ക് നരകമുണ്ട് എന്ന ആയത്തുകൾ ഓതി. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, ജനങ്ങൾക്ക് അളന്നു കൊടുക്കുകയോ തൂക്കി കൊടുക്കുകയോ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുമ്പോൾ പൂർത്തീകരിക്കുകയും വൈദാ കാലൂഹും അവ്വസനൂഹും യുഖ്സിറൂൻ, അവർക്ക് അളന്നു കൊടുക്കുകയോ തൂക്കി കൊടുക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ കുറക്കുകയും ചെയ്യുന്നു. ഈ ആയത്ത് ഓതിയിട്ട് ഒരാൾക്ക് കുറയ്ക്കാൻ കഴിയുമോ? എന്താ കാരണം? അതുകൊണ്ട് ഖുർആനിൽ പഠിക്കുക. അതുപോലെ ഒരാൾ ഒരു വിരുന്ന് കേൾക്കാൻ ചെയ്യുന്നു, അപ്പം അയാൾ ഓതി ആയത്തതാ, കുലൂ വഷ്റബൂ വലാ തുസ്രിഫു, തിന്നോളിയും കുടിച്ചോളിയും, അമിതമായി തിന്നരുതിട്ടോ, അമിതമായി കുടിക്കരുതിട്ടോ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമായി തിന്നവരെ കുടിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടല്ല എന്ന് ഓതിയിട്ട് ഇപ്പം പോയി തിന്നാൻ കഴിയോ? ഇങ്ങനെ 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 ഓതുന്ന ഒരാൾക്ക് ഇത് ഉണ്ടാക്കാൻ കഴിയോ? വിരുന്ന് കേൾക്കാരന് കഴിയോ? നിങ്ങൾ പറയും. നമ്മളെ ഓരൊക്കെ ഒരു വിരുന്ന് കേൾക്കാരൻ എന്താ? കോഴി റുക്കൂലുള്ളത്, കോഴി സുജൂലുള്ളത്, കോഴി ഇത്തിദാലുള്ളത്. എന്തിനാ? ഇതൊക്കെ പിയാപ്പിളാർക്ക് തിന്നാൻ കൊടുക്കാനാണ്. ഏതോ ഒരു പിയാപ്പിള അയാൾ ഇന്നലെ എൻ്റെ മോളെ കെട്ടിയതിനെ കൊണ്ട് ആ കോഴി ഇടങ്ങാറായി. അതിനനുസരിച്ച് ഇപ്പം നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ച് സേലം ഭാഗത്ത് നിന്ന് കോഴി പ്രത്യേകം ഉണ്ടാക്കാൻ തുടങ്ങി. മുമ്പൊക്കെ കോഴി വിരിഞ്ഞുണ്ടാവണം, ഇപ്പം വിരിഞ്ഞുണ്ടാകണ്ട.
ഇപ്പം കരണ്ടിൻ്റെ മുകളിൽ നമുക്ക് പറ്റിയ ഉണ്ടാക്കുക ഏത് നമ്മളെ തടിക്കനുസരിച്ച് അങ്ങനത്തെ കോഴിയാണ്. ഇന്നെപ്പോലത്തെ മെലിഞ്ഞോൽക്ക് വേറെ കോഴിയുണ്ട്, മെലിഞ്ഞ കോഴി അല്ലേ. എന്നിട്ടോ ആദ്യത്തെ 10 പിയാപ്പിളക്കും അമ്മശാങ്കക്കും അമ്മായിമ്മക്കും ഒരു പ്രത്യേക തരം കോഴി, രണ്ടാമത്തെ 10 ഓൽക്ക് വേറെ കോഴി, മൂന്നാമത്തെ 10 വേറൊരു കോഴി. ഇന്ന് വരെ ഭക്ഷണം കാണാത്ത ആളുകൾക്ക് കൊടുത്തയക്കും പോലെ. ഇതിനെന്താ പേര്? കോഴി കൊടുത്തയക്കുക അല്ലേ. അത് കൊടുത്തയച്ചില്ലേലും ഇവിടെ കെട്ടിയ പിയാപ്പിളുണ്ടല്ലോ, എൻ്റെ ഉമ്മക്കും ബാപ്പക്കും എന്തുണ്ട്, ഉളുപ്പില്ല, മാനല്ല. നമ്മളൊന്നും അങ്ങനല്ല, നമ്മളൊക്കെ പെങ്ങന്മാർക്ക് നമ്മൾ ഇതൊക്കെ തോന്നിയാസൊക്കെ ചെയ്തോല. ഈ ആയത്തവൻ ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങളിത് മുഴുവൻ തിന്നോ? ഇല്ല. നിങ്ങൾ കണ്ടില്ലേ വലിയ വലിയ മുതലാളിമാരൊക്കെ തിന്നുന്ന കണ്ടു? നിങ്ങൾ ദീനില്ലാത്ത മുതലാളിമാർ തിന്നുന്ന കണ്ടില്ലേ? ഒരു കഷ്ണം കോയിൻ്റെ മുകളിൽ കണ്ടം ഒന്ന് പറിച്ചെടുക്കും, ബാക്കി മുഴുവൻ അവിടെ ഉണ്ടാവും. ഇത് ഇവൻ തൊട്ടു, ഇനി തൊടാൻ പാടില്ല, ആർക്കും തിന്നാനും പാടില്ല, കൊണ്ടുപോയി തട്ടുക അല്ലേ. ഇവൻ ആരാ? ഇന്നൽ മുബദിരീന കാനു ഇഖ്വാന ശയാത്തീൻ. പിശാചിന്റെ കൂട്ടുകാരനാണ്. ഖുർആൻ ഓതിയാൽ മതിയോ? അവന്റെ ജീവിതത്തെ നയിക്കണ്ടേ? നയിച്ചോ? ഇല്ല. എന്താ കാരണം? അർത്ഥം അറിയില്ല. എന്നാലും ഇവന് ഓതുന്നുണ്ട്. എന്ത് പറഞ്ഞ ആയത്ത്? ആരാന്റെ മതിൽ തിന്നാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. അന്യായമായി നിലക്ക് നിങ്ങൾ ആരുടെയും മുതൽ തിന്നാൻ പാടില്ല. അള്ളാഹ് ചോദ്യം ചെയ്യും. ഇത് ഖുർആനിലെ ആയത്താണ്. ഇത് ഓതി അബ്ബനാണ് സീതനം വാങ്ങുന്നത്. അങ്ങനെ ഉണ്ടാവും? ഈ ആയത്ത് ഓതിയവർക്ക് അത് വാങ്ങയ്യോ? ഇല്ല. അത് ഈ ആയത്തോതി ഇത് വാങ്ങിയവൻ ഈ റമദാന് മടക്കി കൊടുക്കൂലേ? കൊടുത്തുണ്ടാവും. കാരണം എന്താ? അന്യായമായ മുതൽ അവനവന്റെ കയ്യിൽ ഉണ്ടായിക്കൊണ്ട് തൗബ ചെയ്ത അള്ളാഹ് തൗബ സ്വീകരിക്കൂല. ഇപ്പം എന്ത് ചെയ്യണം? ഇന്ന് കൊടുക്കണം. കൈ പൈസ ഇല്ലേലുള്ള ബാപ്പനോട് പോയി പറയണം, മാപ്പ് തരണം, ഞാൻ ഉണ്ടാവുമ്പോൾ തിരിച്ചു തരും ഇൻഷാ അല്ലാഹ്. ഉണ്ടാവുമ്പോൾ തിരിച്ചു കൊടുക്കുക എന്നുള്ള നിയത്തോടെ, അല്ലാണ്ട് ഉണ്ടാവുമ്പോൾ തരാറുണ്ട് പരലോകത്തേക്ക് വെക്കരുത് കേട്ടോ. നോമ്പ് വെൽക്കാൻ വലിയ പണിയൊന്നുമില്ല, ഒരുവിധം ആരോഗ്യമുള്ളവർക്കൊക്കെ കഴിയും. അതന്നെ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ, പട്ടിണി എടുക്കാൻ. പക്ഷെ ജീവിതം വിശുദ്ധമാക്കാൻ അധ്വാനിക്കണം. അങ്ങനെ അധ്വാനിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു ആയിരക്കണക്കിന് പ്രതിഫലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സൽക്കർമ്മത്തിന് 10 മുതൽ 700 അതിനേക്കാൾ ഇരട്ടിയുമൊക്കെ പ്രതിഫലം നൽകുന്ന ഈ പരിശുദ്ധ റമദാനിൽ നമ്മുടെ എല്ലാം സൽക്കർമ്മങ്ങൾക്ക് അനേകായിരം പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് നൽകുകയും നമ്മുടെ എല്ലാം പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കപ്പെടുന്നവരായ ആ വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിരിഞ്ഞുപോയ നമ്മുടെ കുടുംബത്തിന്, പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുവെ ഈ പരിശുദ്ധ റമദാനിൻ്റെ മഹലായ ഫൗല് കൊണ്ട് അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ട് അവരെയും നമ്മെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റബ്ബേ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على خير خلقه ورسوله المصطفى وعلى آله وأصحابه الشرفاء أيها الإخوان والأخوات أوصيكم ثانيا وإياي بتقوى الله. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിക്കൊത്ത് ജീവിക്കുവാനും മരണം വരെ ഈമാനോടുകൂടി ജീവിച്ച് പാപമുക്തരായി ഭൂമിയിൽ നിന്ന് വിട പറയാനും സാധിക്കുന്ന മുത്തക്കിങ്ങളിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പരിശുദ്ധ റമളാന്റെ മഹത്വത്തെക്കുറിച്ച് മഹാനായ താബി പണ്ഡിതനായ ഇബ്രാഹിമുൻ നഖൈ പറഞ്ഞ ഒരു വാചകം നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വളരെ പ്രാധാന്യപൂർവ്വം അദ്ദേഹം വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള വരികളാണ്. സൗമു യൗമിൻ മിൻ റമളാൻ. റമളാൻ മാസത്തിൽ ഞാനും നിങ്ങളും അനുഷ്ഠിക്കുന്ന ഒരൊറ്റ ദിവസത്തെ നോമ്പ് അഫ്ളലു മിൻ അൽഫി യൗമിൻ. മറ്റ് ദിവസങ്ങളിൽ നിങ്ങൾ നോൽക്കുന്ന 1000 മാസത്തേക്കാൾ പ്രതിഫലം ഒരൊറ്റ ദിവസത്തെ നോമ്പുണ്ടാവും. ഒരു ദിവസത്തെ നോമ്പ് അല്ലാഹ് കബൂലാക്കിയാൽ മറ്റ് മാസങ്ങളിൽ നിങ്ങൾ 1000 നോമ്പ് നോൽക്കുന്നതിനേക്കാൾ പ്രതിഫലം, 1000 നോമ്പ് നോക്കുന്നതിനേക്കാൾ പ്രതിഫലം ഈ റമളാനിലെ നോമ്പുണ്ടാവും. പിന്നെ തസ്ബീഹത്തുൻ ഫി റമളാൻ. റമളാനിൽ നിങ്ങൾ നിർവഹിക്കുന്ന സുബ്ഹാനല്ലാഹ് എന്ന ഒരൊറ്റ തസ്ബീഹിന് അഫ്ളലു മിൻ അൽഫി തസ്ബീഹ. മറ്റു മാസങ്ങളിൽ നിങ്ങൾ 1000 സുബ്ഹാനല്ലാഹ് പറയുന്ന പ്രതിഫലം നിങ്ങൾക്ക് ഒരൊറ്റ പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് ഇപ്പം പറഞ്ഞാൽ ഉണ്ടാവും. അങ്ങനെ റമളാനിലെ ഒരു പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഈമാനോട് പറയണം, കൽബ് തട്ടി പറയണം, അള്ളാഹുവിനെ മനസ്സിൽ കൊണ്ടുവന്ന് പറയണം കേട്ടോ. പിന്നെ റക്കാത്തുൻ ഫി റമളാൻ. റമളാനിൽ നിസ്കരിക്കുന്ന ഒരൊറ്റ റക്കായത്ത്, എത്രയോ റക്കായത്ത് നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ എണ്ണൊന്നും പറയുന്നില്ല.
റക്കഅത്തുൻ ഫി റമദാൻ അഫ്ളലു മിൻ അൽഫി റക്അ. മറ്റ് മാസങ്ങളിൽ 1000 ദിവസം നിസ്കരിക്കുന്ന റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം ഇന്ന് റമദാൻ മാസത്തിൽ ഒരു റക്അത്ത് നിസ്കരിച്ചുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രാത്രി ഖിയാമുൽ ലൈലൊക്കെ കൃത്യമായി നിർവഹിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതൊക്കെ ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ട് എന്നിട്ടൊന്നും നേരാവാത്ത ആളുകളെ സംബന്ധിച്ച് ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് പറഞ്ഞു, യാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം, മുഹമ്മദേ എന്ന് വിളിച്ചു. യാ മുഹമ്മദ്, നമുക്ക് യാ മുഹമ്മദ് വിളിക്കാൻ പാടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു യാ മുഹമ്മദ്. ഖുൽതു ലബ്ബൈക്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലബ്ബൈക് വ സഅദൈക്, ഞാൻ ദാ ജിബ്രീലെ ഇവിടെ എന്ന് റസൂൽ ഉത്തരം നൽകി. കാല, അപ്പോൾ ജിബ്രീൽ പറഞ്ഞു നബിയോട്, മൻ അദറക ശഹ്ർ റമദാൻ, ഒരാൾക്ക് റമദാൻ മാസം ഒരാൾ ജീവിച്ചിരിക്കുകയും ഫസാമ നഹാറുഹു വ ഖാമ ലൈലുഹു, പകലിൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രിയിൽ നിസ്കരിക്കുകയും ചെയ്താൽ, എന്നിട്ട് സുമ്മ മാത്ത, അതൊക്കെ കഴിഞ്ഞ ശേഷം അദ്ദേഹം മരിച്ചു, വലം യൂഫർ, അദ്ദേഹത്തിന് അള്ളാഹ് പുറത്തു കൊടുത്തില്ലെങ്കിൽ ഫദഖലന്നാർ, അള്ളാഹ് അവൻ നരകത്തിൽ പ്രവേശിക്കും. അങ്ങനെ നോമ്പ് നോറ്റു, പകലിൽ രാത്രിയിൽ നിസ്കരിച്ചു. ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയാ എന്താ, എന്നിട്ടോ മരിച്ചു. ആ ഒരു റമദാന്റെ ഇനി അടുത്ത റമദാന്റെ മുമ്പ് നമ്മൾ ഏതായാലും ഒരു മരണം നമുക്കുണ്ടല്ലോ, അപ്പം മരിച്ചു. പക്ഷെ ഈ റമദാൻ കൊണ്ടവനക്ക് എന്തുണ്ടായില്ല, വലം യൂഫർ, അവന്റെ പാപങ്ങളൊന്നും അല്ല പുറത്തില്ലെങ്കിൽ ഫദഖലന്നാർ, അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്നാര് പറയുന്നത്, മൽക്ക് നേരത്തെ നമ്മൾ പറഞ്ഞെന്താ, പുറത്തു കൊടുക്കാനല്ലേ. ഈ റമദാൻ കിട്ടിയിട്ട് അയാൾ അത് ഉപയോഗപ്പെടുത്താണ്ട് മരിച്ചു പിരിഞ്ഞാൽ അയാൾക്ക് നരകം കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോഴോ എന്ന് മാത്രമല്ല, ഫഅബഅദല്ലാഹു, അള്ളാഹു അദ്ദേഹത്തെ കാരുണ്യത്തിൽ നിന്ന് ബഹുദൂരം അകറ്റട്ടെ എന്നാര് പ്രാർത്ഥിക്കുന്നത്, ജിബ്രീൽ അലൈഹി ഇസ്ലാം. നിങ്ങൾ നബിയോട് പറയാ, മുഹമ്മദ് കുൽ ആമീൻ, ഞാൻ ഈ പ്രാർത്ഥനക്ക് നീ ആമീൻ പറഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞു. ഫഖുൽതു, അപ്പോൾ റസൂലുള്ളാഹി മനല്ലാ മനസ്സോട് ആമീൻ, പഠിച്ചവനെ പുറത്തു ഈ പ്രാർത്ഥന സ്വീകരിക്കാമെന്ന് പ്രാർത്ഥിച്ചു. ഏത് പ്രാർത്ഥന? റമദാനിൽ നമസ്കരിച്ചു, നോമ്പനുഷ്ഠിച്ചു, ഒരു പാപവും പൊറുക്കപ്പെട്ടില്ല. ആ നിർഭാഗ്യവാന്മാരിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് പ്രാർത്ഥനകളുടെ സമയമാണ്, പ്രാർത്ഥിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ പരിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിച്ച ആളുകൾ നാളെ പരലോകത്തേക്ക് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗം റസൂലുള്ളാഹി വിശദീകരിക്കുകയാണ്, കേട്ടോളൂ. ഇദാകാന യൗമുൽ ഖിയാമ യഖ്റുജു സുവാം, നോമ്പുകാരൻ ഖബറിൽ നിന്ന് വരിക, മിൻ കുബൂരിയും, അവരുടെ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരിക, യുറഫൂന ബിറീഹി സിയാമിയും, അവർ നോമ്പനുഷ്ഠിച്ചതിന്റെ സുഗന്ധം പേറിക്കൊണ്ടാണ് അത്രേ. ഖബറിന് നീറ്റ് മഹ്ശറിലേക്ക് വരുമ്പോൾ നോമ്പനുഷ്ഠിച്ചവർക്ക് ഒരു പ്രത്യേക സുഗന്ധം ഉണ്ടാവും മഹ്ശറിലേക്ക് വരുമ്പോൾ. അങ്ങനെ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നോമ്പ് വെക്കുന്നത്. ആ നീയത്തൊക്കെ ഉണ്ടാവണം. വെറുതെ പട്ടിനെടുത്ത് ഇങ്ങനെ തുപ്പി നടന്നാൽ പോരാ കേട്ടോ. ചിലരിങ്ങനെ വൈമലൊക്കെ തുപ്പല, അതാ നോമ്പ് വിചാരിച്ചിട്ട്. പിന്നെ അഫ്വാഹും അത്യവും മിൻ റീഹിൽ മിസ്ക്, അവരുടെ വായക്ക് വരുന്ന ദുർഗന്ധം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരിക്കും. യുലക്കൗന ബിൽ മവായിദി വൽ അബാരിക്, അള്ളാഹു പരലോകത്തെത്തുമ്പോൾ ഈ നോമ്പുകാരൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വളരെ സുന്ദരമായ ആകർഷണീയമായ സുഗന്ധവുമായി മഹ്ശറിൽ വന്ന് നിൽക്കുമ്പോൾ യുലക്കൗന ബിൽ മവായിദി വൽ അബാരിക്, പാനപാത്രങ്ങളും ഭക്ഷണത്തളികകളും കൊണ്ടുകൊടുക്കും. കഴിക്കാനുള്ള കുടിക്കാനുള്ള വെള്ളേ. മഹ്ശറിലെ 1000 ബില്യൺ കണക്കിന് ആളുകൾ കഷ്ടപ്പെടുമ്പം നോമ്പുകാരനായ ആളുടെ കയ്യിൽ ഭക്ഷണത്തളികയുണ്ട്, പാനപാത്രങ്ങളുണ്ട്. ഫയുഖാൽ ലഹും, അവരോട് പറയും, കുലു, നിങ്ങൾ ഭക്ഷിച്ചോളൂ ഇപ്പം. ഫഖദ് ജൂത്തും, നിങ്ങൾ ഒരുപാട് വിശന്നവരാണ്, നോമ്പനുഷ്ഠിച്ച് വിശന്നവരാണ്. വഷ്റബു, നിങ്ങൾ കുടിച്ചോളൂ. ഫഖദ് അതിഷ്ടും, നിങ്ങൾ ഒരുപാട് ദാഹം സഹിച്ചവരാണ്, അതുകൊണ്ട് ഇപ്പം കുടിച്ചോളൂ. അപ്പോഴോ ഫയക്കുലൂൻ, അപ്പോൾ മഹ്ശറയിൽ വെച്ച് നോമ്പനുഷ്ഠിച്ച ആളുകൾ ഭക്ഷിക്കുകയും വയഷ്റബൂൻ, അവർ കുടിക്കുകയും ചെയ്യും. അപ്പോഴോ വന്നാസു മഅല്ലഖൂന ഫിൽ ഹിസാബ് ഫി അനായിൻ വലമ്, മറ്റു മനുഷ്യരെല്ലാം വിശപ്പവും ദാഹവും സഹിച്ച് വിചാരണാ നിലയത്തിൽ കഷ്ടപ്പെടുകയാണ്. അത്തരം സാഹചര്യങ്ങളിലും നോമ്പുകാരൻ അള്ളാഹു പാനപാത്രങ്ങളും ഭക്ഷണത്തളികയും നൽകി ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യും. ആ വിഭാഗം ആളുകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ നമ്മുടെ സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ നോമ്പും രാത്രിയിലെ നമസ്കാരവും
സ്വീകരിച്ച് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന വിഭാഗം ആളുകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത മഹാപാപികളിൽ നിന്ന് അള്ളാഹു നമ്മെല്ലാം കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിൽ കയറിക്കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.